വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ പരിഗണനയിലാണെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ യുവസ്വാഭിമാൻ സംഗമം എസ്.എച്ച്. കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളം വിട്ട് യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിലെ മൈതാനങ്ങൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടിയുള്ളതാണെന്ന തിരിച്ചറിവ് വേണമെന്നും മൈതാനങ്ങൾ ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന ധാരണ തിരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. സദസ്സ് വൻ കയ്യടിയോടെയാണ് ഇത് സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരും കായിക വകുപ്പും ശക്തമായ നടപടികളാണ് സ്വീകരിക്കുക. സ്ത്രീ സൗഹൃദ കളിക്കളങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യുവ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ സിയ സത്യൻ, കൃഷ്ണപ്രിയ, ഷഹീന, നിഷ, സഫ്ദർ സുൽഫിക്കർ എന്നിവർ സംവദിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രി ഒ.ജെ. ജനീഷിനും സനീഷ് കുമാർ ജോസഫ് എം.എൽ.എക്കും ആദരമൊരുക്കി. നഗരസഭാ അധ്യക്ഷ ആലിഷ് ഷിബു മുഖ്യാതിഥിയായി. പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഡോക്ടർ എം.എസ്. സനോജ്, സി.എം. വിശ്വജിത്ത്, പാർവതി ബാബു, പി.എഫ്. മുഹമ്മദ് റൈഹാൻ, വി.എ. നോയൽ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. നഗരസഭ എൽ.ഡി.എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് യു.ഡി.എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഷോൺ പെല്ലിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾസൺ, എസ്.എച്ച്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ, നഗരസഭാ കൌൺസിലർ ബിന്ദു ശശികുമാർ, പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റ് കെ.എൻ. വേണു, സെക്രട്ടറി സുനിൽ സരോവരം എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലനിർത്തി പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഒന്ന് പേര് പരിചിതമാക്കിയത് മാധ്യമപ്രവർത്തകർക്കുള്ള പങ്കെടുക്കാറുള്ളതാണ്. അതുപോലെ ഹൃദയപൂർവ്വം ഞാൻ ഈ യോഗത്തിൽ സ്മരിക്കുകയാണ്. ഇവിടെ നിന്ന് യുവസ്വാഭിമാന സംഗമത്തിന്റെ ഭാഗമായി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളും അല്ലെങ്കിൽ അംഗങ്ങളുമായ കുടുംബാംഗങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ വിദ്യാഭ്യാസ പുരസ്കാരം കൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. അവരെയും അഭിനന്ദിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ എസ്.എച്ച്. കോളേജിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹാളിനകത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും എസ്.എച്ചിലേക്ക് വന്നിട്ടുള്ളത് ഏതെങ്കിലും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗമായി ക്ലാസ് വിധിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് കുറേ സജീവത്തായിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഐ.ടിയിലെ കേസിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ ഐ.ടിയിലെ സമയത്ത് ഒരു പക്ഷേ 100 പേരാണുള്ളതെങ്കിൽ എസ്.എച്ച്. കോളേജിലേക്ക് ക്ലാസ് വിധിക്കാൻ വേണ്ടി വരുന്ന